ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ +1 ഫിസിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് സ്റ്റാർട്ട് ചെയ്യാം. ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഹൈസ്കൂൾ സെക്ഷനിലെ 8ാം ക്ലാസ്സിലെ മെഷർമെന്റ് ആൻഡ് യൂണിറ്റ് അഥവാ മലയാള മീഡിയത്തിൽ പഠിച്ച കുട്ടികളാണെങ്കിൽ അളവുകളും യൂണിറ്റുകളും എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും. ഏകദേശം അതേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. പക്ഷെ അതിന്റെ കുറച്ചും കൂടെ എന്തായിരിക്കും അഡ്വാൻസ്ഡ് ലെവലായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ കാണുന്ന വീഡിയോ ഇതിന്റെ പാർട്ട് 1 വീഡിയോ ആണ്. ഇതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ബേസിക് ആയിട്ടുള്ള നിങ്ങൾ ആൾറെഡി 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് എന്താണ്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. അല്ലെ, ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ്. +1 ഫിസിക്സിൽ നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. അല്ലെ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. അല്ലെ, യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റുകൾ തന്നെയാണ്. മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? അളവുകളാണ്. അല്ലെ, അപ്പൊ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യാം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് ക്വാണ്ടിറ്റീസ് ആണ്. അല്ലെ, ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? അളവുകൾ തന്നെയാണ്. ഈ ക്വാണ്ടിറ്റീസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷന്റെ പേരെന്തായിരിക്കും? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വാണ്ടിറ്റീസിനെ അളവുകളെ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഒന്ന് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, രണ്ടാമത്തേത് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ക്വാണ്ടിറ്റി that can be measured is called physical quantity. A quantity that can be measured is called physical quantity. എന്ന് പറഞ്ഞാൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അളക്കാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെയും നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് വിളിക്കുക. അപ്പൊ എന്തൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസുകൾ അല്ലെങ്കിൽ അളക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ്? ഒരു എക്സാമ്പിൾ ഒന്ന് എഴുതി നോക്കാം. നമുക്ക് ലെങ്ത്. അല്ലെ, ഒരു ബോഡിയുടെ ലെങ്ത് അഥവാ ഒരു വസ്തുവിന്റെ നീളം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റും. അല്ലെ, അതേപോലെ തന്നെ എന്താണ്? മാസ്. അല്ലെ, ലെങ്ത്, മാസ് ഉണ്ട്. അതേപോലെ തന്നെ എന്താണ്? ടൈം. അല്ലെ, എക്സെട്ര. അല്ലെ, ഇതൊക്കെ എന്താണ്? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ, അളക്കാൻ പറ്റുന്ന എല്ലാ ക്വാണ്ടിറ്റീസിനെയുമാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? എ ക്വാണ്ടിറ്റി which cannot be measured. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്ത്? ഹ്യൂമൻ ഇമോഷൻ എന്ന് പറയുന്നത്. അല്ലെ, ഹ്യൂമൻ ഇമോഷൻസ്. അല്ലെ, നമ്മൾ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ഞാൻ പറയാണ് എനിക്കൊരാളോട് ദേഷ്യമുണ്ട്, ഞാൻ അയാളോട് പറയാണ് എനിക്ക് നിന്നോട് 10 ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്നോട് എന്താണ് 1500 ദേഷ്യമുണ്ട്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതിന് ഒരു മീനിങ് ഉണ്ടോ? നമ്മൾ ആ പറഞ്ഞ കാര്യത്തിൽ ഇല്ലല്ലോ. നമ്മൾ ഇങ്ങനെ പറയാം എനിക്ക് എന്നോട് നല്ല ദേഷ്യം വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയാം നമുക്ക് സ്നേഹം കൂടുതലാണെങ്കിൽ പറയും എനിക്ക് എന്നെ നല്ല ഇഷ്ടമാണ്, അല്ലെങ്കിൽ നല്ല സ്നേഹം ഉണ്ട് എന്ന് പറയും. അല്ലാതെ ഞാൻ പോയിട്ട് ഒരാളോട് പറയാണ് എനിക്ക് എന്നോട് 2500 സ്നേഹമുണ്ട്, അല്ലെങ്കിൽ 10000 സ്നേഹമുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിനൊരു മീനിങ് ഇല്ല. അപ്പൊ ഹ്യൂമൻ ഇമോഷൻസ്, നമ്മൾ മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്ന ഇമോഷൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മെഷർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ നമ്മൾ എന്ത് പറയാം? നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയാം. സോ ഈ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയി വിചാരിക്കുന്നുണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണ്, നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്താണുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത് ആരെ കുറിച്ചായിരിക്കും? ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നത്? പഠിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോൺ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അല്ലെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. അല്ലെ,
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? നമ്മൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്നാൽ എന്താണ്? നമ്മൾ ഡെഫിനിഷൻ പറയുന്നു, എ ക്വാണ്ടിറ്റി ദാറ്റ് ക്യാൻ ബി മെഷേർഡ്, അല്ലേ? അളക്കാൻ പറ്റുന്ന എന്താണ്? ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് പറയുന്നു, അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ ശ്രദ്ധിക്കുക. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ വീണ്ടും രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷന്റെ പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷന്റെ പേര് എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഓക്കെ, ഇതിന് നമ്മൾ വേറൊരു പേര് കൂടി കൊടുക്കാറുണ്ട്. ആ പേരാണ് ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. എന്താണ്? ബേസ് ക്വാണ്ടിറ്റീസ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്തായിരിക്കും ഉണ്ടാവുക? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. എന്താണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിയും? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a physical quantity which does not depend any other quantities for its measurement. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അതിന്റെ മെഷർമെന്റിന് മറ്റൊരാളെയും എന്ത് ചെയ്യൂല? ഡിപ്പെൻഡ് ചെയ്യൂല. അതായത് ചില ഫിസിക്കൽ ക്വാണ്ടിറ്റികൾ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അത് മെഷർ ചെയ്യാൻ നമുക്ക് മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ സഹായം ആവശ്യമില്ല. അപ്പൊ മറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യാതെ ഒറ്റക്ക് നിൽക്കുന്ന, ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ആരൊക്കെയാണ് എക്സാമ്പിൾ ഉണ്ടാവുക? എക്സാമ്പിൾ ഒന്ന് മാസ്. ഒരു ബോഡിയുടെ മാസ് നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ, ഒരു ബോഡിയുടെ മാസ് നമുക്ക് അളക്കണമെങ്കിൽ മറ്റേത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെയും ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മെഷർ ചെയ്യാൻ പറ്റും മാസ്. അല്ലാതെ ഒരു ബോഡിയുടെ മാസ് അളക്കണമെങ്കിൽ നമുക്ക് വെലോസിറ്റി അറിയണമെന്നില്ല, അല്ലെങ്കിൽ ടൈം അറിയണമെന്നില്ല. ഇങ്ങനെ മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിന്റെ ആവശ്യമില്ല, നമുക്ക് മാസ് മെഷർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് എന്ത്? ലെങ്ത്, അല്ലെ? ഒരു വസ്തുവിന്റെ നീളം അളക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാസ് അറിയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ അതിന്റെ സ്പീഡ് അറിയേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ വെലോസിറ്റി അറിയേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ദെൻ അതേപോലെ തന്നെയാണ് ടൈം. ഓക്കെ, അപ്പൊ മാസ്, ലെങ്ത്, ടൈം ഇങ്ങനത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ എന്താണ്? ബേസ് ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ്. ജസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട്. ഓക്കെ, അപ്പൊ ഇവരുടെ പ്രത്യേകത എന്താണ്? ഇവര് മറ്റൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ എന്ത് ചെയ്യില്ല? ഡിപ്പെൻഡ് ചെയ്യില്ല. ഇവർ ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, ഈ പറഞ്ഞ ക്വാണ്ടിറ്റീസിനൊന്നും മെഷർ ചെയ്യാൻ, അളക്കാൻ നമുക്ക് മറ്റൊരു ക്വാണ്ടിറ്റിന്റെ സഹായം ആവശ്യമില്ല. ഓക്കെ അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ഫിസിക്കൽ ക്വാണ്ടിറ്റി that depend other quantities for its measurement. നേരത്തെ പഠിച്ചതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു, അല്ലേ? A physical quantity that depend other quantities for its measurement. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ മറ്റ് ക്വാണ്ടിറ്റീസിന്റെ സഹായം വേണം. അപ്പൊ മറ്റു ഫിസിക്കൽ ക്വാണ്ടിറ്റികളുടെ സഹായത്തോടു കൂടെ നമ്മൾ മെഷർ ചെയ്യുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റികളെ പറയുന്ന പേരാണെന്ന് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. അങ്ങനെ പറഞ്ഞാല് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവില്ല. പക്ഷെ ഞാനൊരു എക്സാമ്പിളിലൂടെ കാര്യം മനസ്സിലാക്കി തരാം. എന്താണ് എക്സാമ്പിൾ ഉള്ളത്? വെലോസിറ്റി. ഓക്കെ, ഈ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ ഈ വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആവശ്യമാണ്. രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ സഹായത്തോടുകൂടെ മാത്രമേ നമുക്ക് വെലോസിറ്റി എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ കണ്ടെത്താൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ഒന്ന് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഒന്നെന്താണ്? ഡിസ്പ്ലേസ്മെന്റ്. അതേപോലെ തന്നെ ടൈം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ, അതായത് പ്രവേഗം കാണാനുള്ള സമവാക്യം. 8ാം ക്ലാസ്സിലൊക്കെ മലയാളം മീഡിയം പഠിച്ചിട്ടില്ലെങ്കിൽ സ്ഥാനാന്തരം ബൈ സമയം എന്ന് പഠിച്ചിട്ടില്ലേ? അതായത് ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്
ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ടൈം എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഈ രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റികളെയും ആര് ഡിപെൻഡ് ചെയ്യുന്നുണ്ട്? വെലോസിറ്റി ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. സോ വെലോസിറ്റി ബിലോങ്സ് ടു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ദെൻ നമ്മുടെ നെക്സ്റ്റ് എക്സാമ്പിൾ ആണത് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഡെൻസിറ്റി പറഞ്ഞാൽ എന്താ? സാന്ദ്രത. മലയാളം മീഡിയം പഠിച്ച കുട്ടികളാണെങ്കിൽ സാന്ദ്രത എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും അല്ലെ? എന്താണ് ഡെൻസിറ്റി കാണാൻ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി നമുക്ക് കിട്ടിയ എങ്ങനെയാണ്? മാസും അറിയണം, അതുപോലെ തന്നെ എന്തും അറിയണം? വോള്യവും അറിയണം. സോ ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താ? മാസ് ഡിവൈഡഡ് ബൈ വോള്യം എന്നാണ്. അപ്പൊ നോക്കൂ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. അത് ആരൊക്കെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട്? മാസിനെയും വോള്യത്തിനെയും ഡിപെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഡെൻസിറ്റി ആൾസോ ബിലോങ്സ് ടു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ദെൻ അങ്ങനെ എന്ത് ചെയ്യാം? ഇത് രണ്ടും ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ഓർത്തു വെക്കാം. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ആ രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഈ കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാണ്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം. എന്താണ് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്? നെക്സ്റ്റ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം എന്താണ്? യൂണിറ്റ് ആണ്. നെക്സ്റ്റ് എന്താ പഠിക്കുന്നത്? യൂണിറ്റ്. ഓക്കെ, എന്താണ് യൂണിറ്റ് എന്ന് പറയുന്നത്? അതായത് അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെ പറയുന്നത്. ഞാൻ ആദ്യം ഡെഫിനിഷൻ പറഞ്ഞത്. യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ദ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ ദ മെഷർമെന്റ് ഓഫ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്, അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ എന്ത് പറയാ? യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ് യൂണിറ്റിന്റെ ഡെഫിനിഷൻ പറഞ്ഞത്? യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ദ സ്റ്റാൻഡേർഡ് യൂസ്ഡ് ഫോർ ദി മെഷർമെന്റ് ഓഫ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് എന്താണോ, ആ സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂണിറ്റ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണ് ലെങ്ത് ഓഫ് എ റോഡ്. എന്താ പറയുന്നത്? ലെങ്ത് ഓഫ് എ റോഡ്. ഒരു റോഡിന്റെ നീളം എന്ന് പറയുന്നത് ഈസ് ലെങ്ത് ഓഫ് എ റോഡ് ഈസ് എത്രയാണ്? ഒരു 20 മീറ്റർ എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാ? ഈ എക്സാമ്പിളിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാ? ലെങ്ത് ആണ് അല്ലെ? അപ്പൊ ഈ ലെങ്ത് എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച സ്റ്റാൻഡേർഡ് എന്താണ്? മീറ്റർ ആണ്. സോ ഈ മീറ്ററിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യൂണിറ്റ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. മാസ് ഓഫ് എ ബോഡി. മാസ് ഓഫ് എ ബോഡി. ഒരു ബോഡിയുടെ മാസ് എന്ന് പറഞ്ഞാൽ ഈസ് 35 കിലോഗ്രാം. ഒരു ബോഡിയുടെ മാസ് എത്രയുള്ളത്? 35 കിലോഗ്രാം ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഇവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഏതാ? മാസ് ആണ്. അപ്പൊ മാസിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ച സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഏതാ? കിലോഗ്രാം ആണ്. അപ്പൊ ഈ കിലോഗ്രാം ആയിരിക്കും ഇവിടുത്തെ എന്താവുക? യൂണിറ്റ് ഉപയോഗിക്കുക. റെഡി? കാര്യം മനസ്സിലായല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? നെക്സ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് അതാണ് റെപ്രസെന്റേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യാനാണ് പഠിക്കുന്നത് അല്ലെ? അതായത് ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വന്നാലും ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത് Q is equal to NU എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിലായിരിക്കും. Q is equal to എന്താണ്? NU. ഓക്കെ, എന്താണ് Q എന്ന് പറഞ്ഞാല്? Q എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. N എന്ന് പറഞ്ഞാൽ എന്താ? അത് മെഷർ ചെയ്താൽ കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ ഉണ്ട്. ഒരു നമ്പർ കിട്ടൂലേ? ആ നമ്പറിനെയാണ് N എന്ന് പറയാ. U എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യൂണിറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, അതായത് മാസ് ഈക്വൽ ടു 55 കിലോഗ്രാം. സോ Q എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റി. അതായത് മാസ് ആണ്. N എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ ആണ്. അത് എത്രയുള്ളത്? 55 ആണ്. U എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ് ആണ്. എത്രയാണ് ഇവിടുത്തെ യൂണിറ്റ് ഉള്ളത്? അല്ലെങ്കിൽ ഇവിടുത്തെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഞാൻ പാർട്ട്
പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് പാർട്ട് 2 വീഡിയോയിൽ കാണാം. സോ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പാർട്ട് 1 വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.